നയതന്ത്ര ബന്ധത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട മറ്റൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇസ്രായേലിലേക്ക് പുറപ്പെടുകയാണ്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി തിരിക്കുന്ന പ്രധാനമന്ത്രിയെ ഇസ്രായേൽ അതീവ പ്രാധാന്യത്തോടെയും ആവേശത്തോടെയുമാണ് വരവേൽക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് പ്രത്യേക വിമാനത്തിൽ ഇസ്രായേലിലേക്ക് തിരിക്കുന്ന അദ്ദേഹത്തിന്റെ തെല്ലവീവിലെ ബെൻ ഗൂറിയൻ വിമാനത്താവളത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നേരിട്ട് സ്വീകരിക്കും. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കേവലം നയതന്ത്രം എന്നതിലുപരി വ്യക്തിപരമായ സൗഹൃദങ്ങളിലേക്ക് കൂടി വളർന്നതിന്റെ അടയാളമാണ് ഈ സ്വീകരണം വിലയിരുത്തപ്പെടുന്നത്. സന്ദർശനത്തിന്റെ ഭാഗമായി ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ പ്രധാനമന്ത്രി ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8 മണിക്ക് അഭിസംബോധന ചെയ്യും. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടവും ഇതോടെ നരേന്ദ്രമോദിക്ക് സ്വന്തമാകും. ഈ സന്ദർശനത്തിന് മുന്നോടിയായി ഇസ്രായേൽ പാർലമെന്റ് മന്ദിരം ഇന്ത്യൻ ദേശീയ പതാകയുടെ വർണ്ണങ്ങളാൽ അലങ്കരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബഹുമാനത്തിന്റെ പ്രതീകമാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഇന്ന് ഉച്ചയോടെ തന്നെ പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, സുരക്ഷ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി ഇസ്രായേൽ കാണുന്നു എന്നതിന്റെ തെളിവാണ് ഈ സന്ദർശനത്തിലെ ഓരോ പരിപാടികളും. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരേ നിലപാടുള്ളവരായിരിക്കെ സുരക്ഷാ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ കൂടുതൽ മുൻഗണന നൽകുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സന്ദർശനത്തിന്റെ 2ാം ദിവസമായ നാളെയാണ് ഔദ്യോഗികമായ ഉഭയകക്ഷി ചർച്ചകളും സുപ്രധാന കരാറുകളിൽ ഒപ്പിടുന്ന ചടങ്ങുകളും നടക്കുക. പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന കരാറുകൾക്ക് പുറമെ സൈനിക പരിശീലനം, സാങ്കേതിക വിദ്യ കൈമാറ്റം, കൃഷി, ജല മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലും പുതിയ ധാരണാപത്രങ്ങൾ ഒപ്പിടും. പ്രത്യേകിച്ച് സൈനിക ആവശ്യങ്ങൾക്കായുള്ള അത്യാധുനിക ഡ്രോണുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിൽ ഇസ്രായേലിന്റെ സഹായം ഇന്ത്യക്ക് കൂടുതൽ കരുത്തേകും. വ്യാപാര മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി സ്വതന്ത്ര വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളും ഈ യാത്രയിൽ പുരോഗമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ ഭാവി സാങ്കേതിക വിദ്യകളിൽ സംയുക്ത ഗവേഷണങ്ങൾക്കും ഈ സന്ദർശനം വഴിയൊരുക്കും. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന വലിയ ഭിന്നതകൾക്കിടയിലും നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ലഭിക്കുന്ന വലിയ പിന്തുണ ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിപക്ഷവും തമ്മിൽ പല വിഷയങ്ങളിലും കടുത്ത തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇസ്രായേലിന്റെ യഥാർത്ഥ സുഹൃത്താണ് നരേന്ദ്രമോദിയെന്നും ആഴത്തിലുള്ള സൗഹൃദമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇസ്രായേലിലെ ജനങ്ങൾ മുഴുവൻ വലിയ ആവേശത്തോടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ രാഷ്ട്രീയത്തിലെ ആഭ്യന്തര കലഹങ്ങൾ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കില്ലെന്ന ഉറച്ച സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിന് ആഗോള രാഷ്ട്രീയത്തിലുടനീളം വലിയ പ്രാധാന്യമുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലുമായി ഇന്ത്യ പുലർത്തുന്ന ഈ ഊഷ്മളമായ ബന്ധം മറ്റ് അറബ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്നതിൽ കേന്ദ്ര സർക്കാർ വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇക്കണോമിക് കോർഡിനേഷൻ പോലുള്ള പദ്ധതികളിൽ ഇസ്രായേൽ വഹിക്കേണ്ട പങ്കും ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യും. കൂടാതെ ഹോളോകോസ്റ്റ് സ്മാരകമായ യാദ് വാഷേം സന്ദർശിക്കുന്നതിനും ഇന്ത്യൻ പ്രവാസികളുമായി സംവാദിക്കുന്നതിനും മോദിയുടെ യാത്ര പരിപാടിയിൽ ഉൾപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും സാങ്കേതിക മേഖലയിൽ ലോകശക്തിയായി ഇസ്രായേലും കൈകോർക്കുമ്പോൾ അത് ആഗോള തലത്തിൽ തന്നെ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കും. നയതന്ത്ര തലത്തിലെ ഈ മുന്നേറ്റം വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലും സമ്പദ് വ്യവസ്ഥയിലും വലിയ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു.